ഇന്നത്തെ വചനചിന്ത പ്രാർത്ഥിച്ച് ജയം നേടാം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനങ്ങൾ, താങ്കളുടെ വിഷയം എത്ര പ്രതികൂലം നിറഞ്ഞതാണെങ്കിലും പ്രാർത്ഥിച്ച് ജയം നേടുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്നവനെ തകർത്ത് കളയുവാൻ, പ്രാർത്ഥിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഭക്തനായ ദാനിയേൽ 3 നേരവും സ്വർഗത്തെ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഭക്തനായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇറക്കിയെങ്കിലും പ്രാർത്ഥിച്ചവൻ അവിടെ നിന്ന് ജയിക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട ഹന്ന നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലും അനുഭവിച്ചു. ഹന്നയെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ തിരിച്ചു പ്രതികരിക്കാതെ ദൈവകരങ്ങളിൽ തൻ്റെ പ്രാർത്ഥനാ വിഷയത്തെ പൂർണ്ണമായി കൊടുത്തു. മൗനമായി കരഞ്ഞു. മൗനമായി ഹന്ന കാത്തിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി ശമൂവേൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട ബാലനായിരുന്നു. ശമൂവേലിനെ ഹന്നയുടെ കരങ്ങളിൽ ദൈവം കൊടുത്തു. നിന്ദിച്ചവരുടെ വായി ദൈവം അടപ്പിക്കുകയും ഹന്നയ്ക്കൊരു അടയാളമായി ശമൂവേലിനെ നിലനിർത്തുകയും ചെയ്തുവെങ്കിൽ, മനോവ്യസനത്തോടുകൂടെ താങ്കളുടെ പ്രാർത്ഥനയുടെ മറുപടി നിന്ദിക്കപ്പെട്ടവരുടെ വായി അടപ്പിക്കും. നിന്ദിച്ചവരുടെ മുൻപിൽ താങ്കളുടെ തല ഉയർത്തും. മറ്റുള്ളവർക്ക് താങ്കൾ ഒരു അനുഗ്രഹമായി മാറ്റും. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, താങ്കളുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവാകുകയില്ല. നടക്കത്തില്ല എന്ന് താങ്കൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ ചന്തമായും ഉചിതമായും കർത്താവ് തക്ക സമയം നടത്തി തരും. കാരണം താങ്കളുടെ വലതുകരം പിടിച്ചിരിക്കുന്നത് താങ്കളുടെ ദൈവമായ കർത്താവാകുന്നു. ദൈവം താങ്കൾക്കായി ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധിക്കത്തില്ല. താങ്കൾ ആഗ്രഹിച്ചതും താങ്കൾ പ്രതീക്ഷിച്ചതും താങ്കൾ ചിന്തിച്ചതുമായ കാര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കും. താങ്കൾ നിരാശപ്പെടരുത്. താങ്കൾ കണ്ടിട്ടില്ലാത്ത, താങ്കൾ കേട്ടിട്ടില്ലാത്ത വഴികളിലൂടെ, നന്മയുടെ വാതിലിലൂടെ ദൈവം താങ്കളെ നടത്തും. ചില വാതിലുകൾ താങ്കളുടെ മുന്നിൽ അടയുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. താങ്കൾക്ക് മുന്നിൽ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ താങ്കൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവങ്ങൾ തോന്നുമ്പോൾ ദൈവം കൂടെയുണ്ടെന്ന് ഓർക്കുക. ആരുമില്ല എന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ താങ്കൾ അറിയാതെ താങ്കളുടെ കൂടെ കൂട്ടിനായി കർത്താവുണ്ടെന്ന് ഓർക്കുക. ദൈവസന്നിധിയുടെ മുമ്പാകെ കരഞ്ഞ സങ്കടം മാറ്റുവാൻ കർത്താവ് ഇറങ്ങി വരും. താങ്കൾ പ്രതീക്ഷ അർപ്പിച്ച പലരും താങ്കളെ സഹായിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, പുഴുവായ യാക്കോബ് ഇസ്രായേൽ പരീക്ഷയെ കണ്ട് പേടിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് യാക്കോബിനോട് പറഞ്ഞുവെങ്കിൽ, അതുപോലെ യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിലും സർവശക്തനായ ദൈവം താങ്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരു മനുഷ്യനെ ഒരു രാജ്യമാക്കി മാറ്റിയെങ്കിൽ താങ്കളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നിവൃത്തീകരിക്കും. ആകയാൽ ഈ നാളുകളിൽ എത്ര പ്രതികൂലമാണെങ്കിലും പ്രതികൂലങ്ങളെ കണ്ട് പതറാതെ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് സകലത്തെയും ജയിക്കുവാൻ, ആത്മമണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്ത് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.